നമ്മുടെ നാട് ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ എല്ലാവരും സോദരരായി കഴിയുന്ന നാടാണ്. മതനിരപേക്ഷതയുടെ വിളനിലമാണിവിടം. അതുകൊണ്ട് തന്നെ RSSനെയും BJPയെയും ഉൾക്കൊള്ളാൻ കേരളവും കേരളീയരും തയ്യാറാകുന്നില്ല. ഇതിനോട് പൊരുത്തപ്പെടാൻ BJPക്കാവുന്നില്ല. കടുത്ത വിരോധം, അത് പകയായി വിദ്വേഷമായി മാറുന്നു. കേരളം തകരട്ടെ എന്ന വികാരം. ഇത് BJPയുടെ കാര്യം. എന്നാൽ ഇത്തരത്തിൽ നമ്മുടെ നാടിനെ തകർക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ആ ശ്രമത്തെ നാട് എന്ന നിലക്ക് ചോദ്യം ചെയ്യേണ്ടതില്ലേ? ആ കാര്യത്തിൽ കോൺഗ്രസും UDFും സ്വീകരിച്ച നിലപാടെന്താണ്? ഇത്തരം കാര്യങ്ങളിൽ BJPയെ ചോദ്യം ചെയ്യാൻ കോൺഗ്രസും UDFും തയ്യാറായില്ല. നമ്മുടെ നാടിനെ വലിയ തോതിൽ അവഗണിക്കുമ്പോൾ അരയക്ഷരം അതിനെതിരെ കോൺഗ്രസും UDFും ശബ്ദിച്ചില്ല. പാർലമെന്റിൽ കേരളത്തിൻ്റെ പ്രതിനിധികളായി നിരനിരയായി ഇരിക്കുന്ന UDF MPമാരുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരാൾ പോലും കേന്ദ്ര ഗവൺമെന്റിൻ്റെ തെറ്റായ സമീപനത്തെ വിമർശിക്കാൻ തയ്യാറായില്ല. BJPക്ക് മനസ്സിന് ചെറിയ വിഷമം പോലും ഉണ്ടാകരുത് എന്ന നിർബന്ധം കോൺഗ്രസിനും UDFിനും. അതിൻ്റെ ഭാഗമായി പാർലമെന്റിൽ സംസാരിക്കുമ്പോഴൊക്കെ കേരളത്തെയും കേരള സർക്കാരിനെയും കുറ്റപ്പെടുത്താനാണ് UDF MPമാർ ശ്രമിച്ചത്. എല്ലാം നാടിനെതിരെ വന്നപ്പോൾ പ്രക്ഷോഭം നടത്താൻ നാം തയ്യാറായ ഘട്ടത്തിൽ കോൺഗ്രസിനോടും UDFിനോടും നമ്മൾ അഭ്യർത്ഥിച്ചു, ഇത് നാടിൻ്റെ പ്രശ്നമാണല്ലോ, നമുക്ക് ഒന്നിച്ച് കേരളത്തിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്താലോ. അവരെ മറുപടി, ഇല്ല, ഞങ്ങളില്ല. എന്താ അത് കാണിക്കുന്നത്?